വെൽക്കം ബാക്ക്. നാളെ മിലൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദിടീന്ന് റെഡി ആയിട്ട് ലുലുവിലോട്ട് വിട്ടു. അവിടെ ആകുമ്പോൾ ടോയ്സും ഗിഫ്റ്റും ഡ്രസ്സും ഒക്കെ ഒന്നിച്ച് മേടിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞാനൊരു $5 ഗിഫ്റ്റും ഹൃദയ ഒരു $5 ഗിഫ്റ്റ്, അങ്ങനെ സെപ്പറേറ്റ് ഗിഫ്റ്റായിട്ട് മിലനെ മേടിക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അവനെ ബർത്ത്ഡേ ഡ്രസ്സ് മേടിച്ചു. അതിന് അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ നേരെ വിട്ടു എൻ്റെ ഗിഫ്റ്റ് മേടിക്കാൻ. ഞാൻ മിലനെ കുറച്ചും കൂടി ഇതൊരു $3 ഗിഫ്റ്റായിരുന്നു, അത് മേടിച്ചു. പിന്നെ അവൻ്റെ കേക്കിൽ വയ്ക്കാനുള്ള പിന്നെ ഹാറ്റ് ഇതൊക്കെ മേടിച്ചു കേട്ടോ. അപ്പം എൻ്റെ ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്തു. പിന്നെ ഹൃദയ ഇവിടെ മിലനെ കാറാണ് മേടിച്ചിട്ടുള്ളത്. അത് എപ്പോഴും കാർ തന്നെയായിരിക്കും, എത്രയോ കാറുണ്ട്. പക്ഷേ മിലൻ കാറ് അധികം അങ്ങനെ കളിക്കാറില്ല, ഒക്കെ ഹൃദയ തന്നെയാണ് കളിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇതിങ്ങനെ നോക്കി മേടിക്കുന്നത് മിലൻ്റെ പേരും പറഞ്ഞിട്ട് സ്വന്തം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എത്ര നോക്കിയിട്ടും കാറൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പവർ പോരാ, ഫോഴ്സ് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ 2 വയസ്സായ കുട്ടിക്കല്ലേ പവറും ഫോഴ്സൊക്കെ. അങ്ങനൊരു അടിപൊളി കാറൊക്കെ നോക്കി സെലക്ട് ചെയ്തെടുത്തേ. ഇതിൻ്റെ ട്വിസ്റ്റ് ലാസ്റ്റ് കാണാം. അങ്ങനെ ഭയങ്കര തൃപ്തി, ഹാപ്പി അതിൻ്റെ ഒരു ചിരിയാണ് ആ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും ഗിഫ്റ്റ് മിലനെടുത്തു. പിന്നെ ആ കാറ് വർക്കിംഗ് ആണ്, ബാറ്ററി ഒക്കെ ഇട്ടിട്ടൊന്ന് ചെക്കൊക്കെ ചെയ്തു രണ്ടാളും കൂടിയിട്ട്. അങ്ങനെ മിലൻ്റെ വക എന്തൊക്കെയോ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നേരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വെപ്പിച്ചു. പിന്നെ ഞങ്ങൾ താഴെ നേരെ പോയിട്ട് കുറച്ച് ഗ്രോസറീസൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്കും മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വാൻചോ കേക്കായിരുന്നു. അതിന് ഞങ്ങൾ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല, കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി 12 o'clock കേക്ക് കട്ടിങ്ങും. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലോട്ട് പോയിട്ട് നെയ്ച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ടി വി ഒക്കെ കണ്ട് മിലന അവൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇറക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടേബിളിലൊക്കെ ഇരുന്ന് ഗുഡ് ബോയ് ആയിട്ട് കുറച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡെക്കോർ ചെയ്യാൻ തുടങ്ങി. അധികം ഡെക്കറേഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു 3-4 ബലൂണുണ്ട്, അതവന് കൊണ്ടു നടന്നിട്ട് കളിക്കുകയായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി, ഹാറ്റൊക്കെ വെച്ച്. ഇനി ഞങ്ങൾ ഹൃദയയുടെ ഫ്രണ്ടിനെയും ഫാമിലിനെയും വെയിറ്റ് ചെയ്യാണ്. അവർ 12 o'clock ഒന്ന് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ കേക്ക് കട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും ഒക്കെ ചെയ്ത്. മിലനാണെങ്കിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ഹാപ്പി ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ അവൻ്റെ രീതിയിലുള്ള ഡാൻസും പാട്ടും എൻജോയ്മെൻറ്റും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് സുഹൈൽ, ഹൃദയൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ സുഹൈലും ഫാമിലിയും വന്ന്. അപ്പം മിലന് സുഹൈലെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഗിഫ്റ്റൊക്കെ വാങ്ങി. എല്ലാവരുടെയും ഗിഫ്റ്റ്, അച്ഛൻ കൊടുത്ത ഗിഫ്റ്റും പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റും എല്ലാം വാങ്ങി. ആൾ ഭയങ്കര ഹാപ്പിയായി. അവനെന്ത് ബർത്ത്ഡേ, നമുക്ക് വീഡിയോ എടുക്കുമ്പം കുറച്ച് കഴിഞ്ഞ് കാണുമ്പം നമ്മൾ ഹാപ്പി ആവും. ഒരു 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കിതൊരു നല്ല ഗുഡ് മെമ്മറി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ്ങിലോട്ട് കിടന്നേ. കേക്ക് കട്ടിങ് പിന്നെ വലിയ അലമ്പൊന്നും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല, കാരണം ആൾ കുറച്ച് വലുതായല്ലോ. അപ്പോൾ പെട്ടെന്ന് കേക്ക് കട്ടൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേക്ക് വേണ്ടെന്നൊക്കെ, കാരണം അവന് ഷുഗർ അധികം ഇഷ്ടമല്ല. ഷുഗർ കണ്ടൻറ്റ് അധികം അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവനധികം ഇഷ്ടമല്ല. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ സിമ്പിൾ രീതിയിലുള്ളൊരു പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ളൊരു ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങൾ പിറ്റേന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കായി പോവില്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇന്ന് ഇവർ പോവും കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ കേക്ക് കട്ടൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് മിലന് ആരുടെ ഗിഫ്റ്റാണ് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണോ ഹൃദയ കൊടുത്ത ഗിഫ്റ്റാണോ ഇഷ്ടമാവുക എന്നൊക്കെ നോക്കി. കാരണം ഞാൻ പറഞ്ഞ ബഡ്ജറ്റിലുള്ള ഗിഫ്റ്റ് തന്നെ കേട്ടോ ഞാൻ വാങ്ങിയത്. പക്ഷേ ഈ ഹൃദയ എപ്പോഴും ബഡ്ജറ്റ് ക്രോസ് ചെയ്യും. അങ്ങനെ ഹൃദയ വാങ്ങിയ ഗിഫ്റ്റ് ഹൃദയ തന്നെ വെച്ച്. അങ്ങനെ മിലന് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. കാരണം ഇത് അവൻ്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ അവന് വാങ്ങിക്കൊടുത്തത്. ഹൃദയ പിന്നെ ഒരു മാസത്തിൽ 4-5 കാറ് വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് അവന് അത്ര പുത്തിരിയൊന്നും തോന്നിയില്ല. അങ്ങനെ ആ കാറിൻ്റെ ഭംഗി നോക്കി കുട്ടീൻ്റെ അച്ഛൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ബാക്കി സുഹൈൽ കൊടുത്ത ഗിഫ്റ്റ് നോക്കി. അതും മിലന് നല്ല ഇഷ്ടമായിട്ട് കേട്ടോ. അത് നോർമൽ കാറ് പോലെയല്ല, ഒരു ജീപ്പ് മോഡലായതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇല്ലാത്തതായതുകൊണ്ട് അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കാറ്. എന്നിട്ട് പിന്നെ അച്ഛനെ വിഷമമാവേണ്ട വിചാരിച്ചിട്ട് ഞാൻ മിലനെ നൈസായി പിടിച്ചു കൊണ്ടുപോയി ഇരുത്തിയിട്ട് 2 പേരും ഒന്ന് ട്രൈ ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കാർ എവിടെയോ ഇടിച്ച് അതിൻ്റെ പരിപ്പിളക്കിയിട്ട് ഇപ്പം അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പിറ്റേന്ന് 2 പേരും കൂടിയിട്ട് പോയിട്ട് വേറെ കാറ് വാങ്ങാൻ പോകണം. ഇവിടെ കുട്ടീൻ്റെ പേരും പറഞ്ഞ് കാറ് വാങ്ങി ഞങ്ങൾ അവസാനം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.